अभी वही चाहिए जो 20 साल पहले चाहिए था. മുംബൈ ഞാൻ കൈക്കലാക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്ത ഓരോരുത്തന്റെയും പേരെഴുതി കെട്ടി ഈ കല്ലറകൾ. അതിൽ പേരുകളും എഴുതി വെച്ചു. ഇനി ചാവുനാൾ കൊടുക്കാൻ ചേച്ചാ. മാസ്കിന്റെ കേസിനാണ് ഈ വീഡിയോ അടിക്കുന്നത്. എല്ലാവരും കാണുക. ഞാൻ മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. കുറേ മാസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നതാണ്. ഞാനൊരു തെറിക്കോ ഒന്നിനോ ഇറങ്ങാതെ ഞാൻ എൻ്റെ വഴി നോക്കി എൻ്റെ ജീവിത മാർഗത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മാസ്ക് എന്ന് പറയുന്ന വലിയ വലിയ പൊലയാട്ട് ചക്രവർത്തി എല്ലാവർക്കും അറിയായിരിക്കും. പുരം മാസ്ക് എന്നും അറിയപ്പെടും. മാസ്ക് ജബ്ബാറിൻ്റെ കൂടത്തുള്ളൊരു വാണമാണ്. പക്ഷെ അത് അവൻ സ്വയമേ എല്ലാവരും പലവരും അവനെ അങ്ങനെ പാടി ഉയർത്തി രാജാവെന്ന പദവി കൂടി തിരുത്തിയിരിക്കുകയാണ്. എന്ത് കണ്ടിട്ടോ ഏത് കണ്ടിട്ടോ. പിന്നെ അവൻ വിളിക്കുന്ന തെറികളുടെ അർത്ഥം കേട്ടാൽ നേരെ ചെവേ അവന് പോലും അറിയില്ല അവൻ വിളിക്കുന്ന തെറിയുടെ അർത്ഥം. ഒരു തെറി അവൻ വിളിച്ചതിന് ഞാൻ അവൻ്റെ അർത്ഥം കേട്ടതിന് അവൻ ചുമ്മാ തെറി വിളിച്ചുകൊണ്ടിരുന്നു. നമ്മളടിക്കുന്ന മെൻഷനോ അല്ലെങ്കിൽ നമ്മളടിക്കുന്ന ഓരോ മറുപടിയും കേൾക്കാൻ തയ്യാറല്ല. അവൻ്റെ വായിട്ട് വരുമാരി അവൻ്റെ ഒരു ഒട്ട പിള്ളേരെ പോലെ ചുമ്മാ വായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. എന്തിനോ ഏതിനോ വേണ്ടാതായിരിക്കും. ഇപ്പം അത് പറയണ മുമ്പ് വേറൊരു കാര്യം, MFA മഠത്തിൽ തറവാട് തള്ളയോളികളുടെ അമ്മയെ ഞാൻ ഇങ്ങനെ തന്നെ പറയണത്, പച്ചയ്ക്ക് തന്നെ പറയണം. ഇങ്ങോട്ട് വന്ന് തള്ളയ്ക്ക് വിളിച്ചിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് പറയണത്. ഞാൻ ഫേസിന് നേരത്തെ എനിക്ക് ഫേസ് ടു ഫേസാണ് ഇഷ്ടം. അല്ലാതെ ഈ 4 ചെവറിനകത്ത് കിടന്നിട്ട് ചുമ്മാ തള്ളയ്ക്ക് വിളിച്ച് ആളെ കാണിച്ച് ഒരുമാതിരി എന്തെന്ന് പറയുന്നത്, ഒരുമാതിരി എന്തെന്ന് പറയട്ടെ കണ്ണാപ്പി ആവാൻ എനിക്ക് താല്പര്യമില്ല സഹോദര. അതുകൊണ്ട് പറയാണ് MFA എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്നുവെച്ചാൽ മഠത്തിൽ തറവാട്, രാജുബായിയുടെ മഠത്തിൽ തറവാട്. അവൻ്റെ അടുത്ത് എനിക്കൊരു സ്നേഹമുണ്ട് രാജുബായിട്ട്, അത് വേറെ കേസ്. അവനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യന്മാരല്ല ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇതേപോലത്തെ തൊട്ടികൾ കുറേ ഗ്രൂപ്പുകളിൽ തന്നെ കിടപ്പുണ്ട്. അതേപോലെ MFA അച്ചു എന്ന് പറയുന്ന തള്ള ഓർത്തവൻ്റെ അമ്മയെ 40 വട്ടം ഞാൻ കൂട്ടിക്കൊടുത്തതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാവരും കാണി. ഇപ്പം ഇതുകൊണ്ട് ഇങ്ങനെ തള്ളക്ക് വിളിക്കണമെന്നൊന്നും വിചാരിക്കില്ല. അവൻ വിളിച്ചിട്ടുള്ളതിൻ്റെ അവൻ്റെ അടുത്ത് പറയാനുള്ള പച്ചക്കുള്ള മറുപടി, അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവനെ ഉണ്ടാക്കിയവൻ്റെ അടുത്ത് എല്ലാത്തിൻ്റെ അടുത്തും പറയാനുള്ള ഒറ്റ മറുപടിയായിട്ടാണ് ഞാനിവിടെ വന്നത്. ചുമ്മാ കിടന്ന് ആരാൻ്റെ കുണ്ണയ്ക്ക് താളം വയ്ക്കും പോലെ ഇങ്ങോട്ട് വന്ന് എൻ്റെ കുണ്ണയ്ക്ക് താളം വയ്ക്കാൻ വന്നതാണ്. തല്ലിക്കൊല്ലാനുള്ള മാർഗ്ഗം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലോ. എനിക്ക് നല്ലപോലെ തള്ളക്ക് വിളിക്കാൻ അറിയാം. ഞാൻ അങ്ങോട്ട് വിളിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണാപ്പിയാവാൻ ആഗ്രഹമില്ല. നേരിട്ട് വരാനാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. അവന് ആവതുണ്ടെങ്കിൽ ഈ MFA അച്ചു എന്ന് പറയുന്ന അമ്മയില്ല അപരാധി മോന് ധൈര്യവും ആണത്തും ഉണ്ടെങ്കിൽ അവൻ ഒന്ന് എൻ്റെ ഏരിയയിലോട്ട് വരിക, ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ ഏരിയയിലോട്ട് പോകാനുള്ള തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ ഞാനും അവനും അങ്ങോട്ടും ഇങ്ങോട്ടും മരച്ചെറിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്ത് അവിടെ മീറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ഇവിടെ കിടന്ന് വായിട്ട് വാക്കാളം അടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കുണ്ണയ്ക്ക് ഒരു മൈരും തെറിച്ചു പോകാനൊന്നും ഇല്ല. അതുകൊണ്ട് എൻ്റെ കുണ്ണ നല്ല ഫിക്സ്ഡ് ഒറിജിനലാണ്. വേണമെങ്കിൽ വായിൽ ഇട്ട് നോക്കിയാൽ മതി. വന്ന് നീയും നിൻ്റെ അച്ഛനും മടത്തി തറവാടില്ല പൂറ്റില്ല മക്കള് എല്ലാം ഒരുമിച്ചോ. മാസ്കിൻ്റെ അമ്മയെ പണിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ മാസ്കിൻ്റെ അമ്മയുടെ കഥ മാസ്ക് തന്നെ പറഞ്ഞു പാടിയപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാൻ നിന്നത് കൊണ്ടാണ് ഈ മഠത്തിൽ അച്ചുവിന് കയറി അവൻ്റെ അമ്മയുടെ ആ പൂറ്റി കുത്തിയത് പോലത്തെ ഒരു സുഖം. കാരണം ഈ മാസ്കിൻ്റെ അമ്മയെ ഈ മഠത്തിൽ അച്ചു എന്ന് പറയുന്ന പയ്യൻ വച്ചുകൊണ്ട് മാസങ്ങളായാലും ഇല്ലെങ്കിൽ വർഷാന്തരം തോറും പന്നിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ആർക്കായാലും ദേവ് തോറും സ്വന്തം ഭാര്യ ഒരുത്തം കയറി ഞോണ്ടമ്പ. അതാണ് അവിടെ ഈ സംഭവിച്ചത്. മാസ്ക് എന്ന് പറയുന്ന പെണ്ണനോളിയെ തൊട്ടപ്പോൾ അവൻ്റെ ഭർത്താവായ ഇല്ലെങ്കിൽ അവൻ്റെ ഭാര്യയായി അവൻ കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈ MFA അച്ചു എന്ന് പറയുന്നവൻ വന്ന് കയറിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഉണ്ടാവും. കാണുക. കണ്ടിട്ട് നിങ്ങൾ തന്നെ കറക്റ്റ് തീരുമാനം എടുക്കും. ഞാൻ പറയുന്നതാണോ ബെറ്റർ, അത് അവർ ചെയ്തതാണോ ശരിയെന്ന്. ഞാൻ ഒരു തെറിക്ക് മറുതെറി വിളിക്കാൻ നിന്നിട്ടില്ല. ഈ MFA അച്ചു എന്ന് പറഞ്ഞ പയ്യനെ കൊടുത്തിട്ടുണ്ട് ഒരു 2 മെൻഷനുണ്ട്. അതും എനിക്ക് അത്രയും ഒരു മല എന്തെന്ന് പറയട്ടെ വെറുപ്പോട് കൂടിയാണ് ഞാൻ മെൻഷനടിക്കാൻ എനിക്ക് തോന്നില്ല. കാരണം 2 പേർ അല്ലെങ്കിൽ 2 പേർ ചേർന്ന് ഒരാളെ അടിക്കുന്നതല്ല ആണപ്പം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിക്കുന്നതാണ് ആണപ്പം. അതാണ് തൻ്റെ ഇടം. അതാണ് ഇത്രയും നേരം സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് തുടക്കം ഞാനിത് ആരാന്ന് പോലും ഞാൻ അറിയില്ല. എനിക്കൊരു ശത്രുത ആരിടത്തും ഇല്ല. ഞാൻ വച്ച് പുകഴ്ത്തിയിട്ടുമില്ല. ഇന്നേ വരെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തെറി വിളിച്ച് അങ്ങോട്ട് തെറി വിളിച്ച് ചുമ്മാ നടന്ന സമയത്ത് ഉണ്ടായ ഒരു ചെറിയ ശത്രുത പോലും ഞാൻ മനസ്സിൽ ഇന്നേ വരെ വച്ച് സൂക്ഷിക്കാതെ ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ രീതി നോക്കി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ കയറി വന്ന് എൻ്റെ മഞ്ഞക്ലപ്പിന് എടാ തായോളി എന്ന് മെൻഷൻ ഇടാൻ എവൻ്റെ അമ്മയെ വിളിക്കുന്ന ഈണത്തിൽ വിളിച്ചതാണ്. അതങ്ങ് വിളിച്ചു. അത് ചാർട്ട് വച്ചിരുന്നത് കാരണം വേറെ ഒന്നുമില്ല. വീഡിയോ അടിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിരിക്കണം.
കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ വീഡിയോയിൽ സ്പേസ് ഇല്ലല്ലേ വീഡിയോയിൽ സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡുമ്മനെ പെട്ടെന്ന് വീഡിയോ എത്തിക്കും, കാരണം എനിക്കിനി വേറെ സിനിമകളൊക്കെ എൻ്റെ കിടപ്പുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാനാണ്. ഹെഡ്സെറ്റിലാണെന്ന് തോന്നുന്നു കേട്ടോ, ഹെഡ്സെറ്റ് ഓഫ് ചെയ്യും. നോക്ക് അവന്റെ കാര്യങ്ങൾ ഇവിടെ പറയണം. അവൻ പെണ്ണുപിടിയനും തള്ളയൊളിയെ കാണുന്നു ഇവര് പറയുന്നത്. അവൻ പിടിക്കുന്ന കാര്യം മറ്റുള്ളവനെ ചാർത്തിയെടുക്കാൻ അവനും പറ്റും, അവൻ്റെ അമ്മയ്ക്കും പറ്റും, അവൻ്റെ അച്ഛനും പറ്റും എന്ന് പറയണം. ഇനിയിപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു യാത്രയിലായിരുന്നു. അവൻ മെൻഷൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ തെറിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വന്നപ്പോൾ ഇവരുടെ മാസ്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനത്തെ നേരത്തെ സംസാരിക്കായിരുന്നു. ഡയറി മേടിച്ച് അവർ വാരി എറിയുമ്പോൾ സംസാരിക്കായിരുന്നു. എൻ്റെ അമ്മ ആര് വെട്ടി അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്നത് ഇവരുടെ എന്താ ആര് വെട്ടിയോ എവിടെ വെച്ചോ സാധാരണ നല്ല ഉത്തരവാദിത്വം വെച്ചില്ല നീണ്ട പറഞ്ഞിട്ടോ അമ്മ വെട്ടി നമുക്ക് ചോദിക്കാം ബാക്കി ഇവിടെ കാറിട്ട് എൻ്റെ അച്ഛനുണ്ട് ബാപ്പുണ്ട് ചോദിക്കാം. നമുക്ക് കൂടുതലല്ലോ സ്പെൻഡ് ചെയ്യാനില്ല. ഇതില്ല ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചതാ ഈ ചെറിയ ഒരു റീസൺ ഉണ്ട്. എല്ലാവരും ചെറിയ കേൾക്കണേ. പോണം നിന്റെ അമ്മച്ചി ഇപ്പൊ വന്ന് കഥ പറഞ്ഞാൽ തള്ളു തെണ്ടിത്തിരി അർപ്പണമായ നിന്റെ അമ്മയുടെ ബുദ്ധി സാരാംശമായ നൂല് കിട്ടിട്ടു. ഈ സാരാംശത്തിന്റെ അർത്ഥം ഞാൻ അവൻ്റെ അടുത്ത് കേട്ടായിരുന്നു. ഇവൻ അതിലെല്ലാം പറഞ്ഞത് തള്ളയ്ക്ക് വേണ്ടിയില്ലെങ്കിൽ അത് കേൾക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി തരാതെ അവൻ ചുമ്മാ വിട്ട് ഇവിടുന്ന് വായിട്ട് തള്ളയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഈ തള്ളയ്ക്ക് വിളിയിൽ ഇവൻ അവാർഡല്ല കൊടുക്കാതെ മുട്ടം കുണ്ണ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അതൊന്ന് മാസ്കിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കുണ്ണ കൊറിയർ വഴി അയച്ചു കൊടുത്ത് അതേ മാസ്കിന്റെ അമ്മയെ കളക്ട് ചെയ്യും. ഇതിന്റെ അർത്ഥം സാരാംശത്തിന്റെ അർത്ഥം ഇതുവരെ ഒന്നും പറഞ്ഞില്ല. കൊച്ചു കണ്ണാപ്പി എന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് 2 ആൺകൊച്ചുങ്ങളുള്ള ഞാൻ ഇവന്റെ യോ പറഞ്ഞ കൊച്ചായിട്ട് എന്റെയിലുള്ളത് ആദ്യം എന്റെ താഴെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അത്യാവശ്യം നീതി സഹിച്ചു. ഇനി വേറെ എന്ത് കൊച്ചായിട്ട് കണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പം വേറെ ആരെങ്കിലും കണ്ടിട്ട് കൊച്ചു പിച്ചാത്തി എന്നെല്ലാം പറഞ്ഞിരിക്കും കൊച്ചെന്ന് അച്ഛനാണെന്നല്ലോ. എന്തായാലും ശരി എന്നാൽ കൊച്ചായിട്ട് തോന്നുന്നത് ഇവന്റെ കണ്ണിൽ മാത്രം തോന്നും കേട്ടാ കാര്യം. അത്രയേ ഉള്ളൂ. ഒരു നേരെ വന്നിട്ട് ഇവനിൽ നിന്ന് ഇതേപോലെ ഒന്ന് സംസാരിക്കാൻ പറയുമോ? ഇതേപോലെ കുറേ പേരെയൊക്കെ വെല്ലു വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് അവർ തിരിച്ചൊന്നും മിണ്ടാൻ പറ്റിയില്ല. ഇവൻ പറഞ്ഞ ഈ കൊച്ചെന്ന് പറയില്ലേ, ഈ കൊച്ചിൻ്റെ ബലം എന്തിനാണെന്ന് ഈ മാസിനൊന്ന് നേരിട്ട് വരാൻ ആർക്കെങ്കിലും ഒന്ന് ഇമ്പ്രസ് ചെയ്തൊന്ന് വിട് കേട്ടോ കാര്യം. നേരത്തെ ഈ സ്ഥലവും ക്രിയേറ്റ് ചെയ്ത് നേരെ തമ്മിൽ കാണേണ്ട ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യാം, ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് തെറിവിളിയൊന്നുമല്ല, ഇടിച്ച് വായ പൊട്ടിച്ച് അവൻ്റെ എൻ്റെ അമ്മയുടെ കാലത്ത് എണീറ്റ് നടക്കാത്ത രീതിയിൽ നട്ടന്നെ അടിച്ചു വെച്ചിരുന്നു ഇങ്ങനത്തെ ഒന്നാണ്. ഇത് ഇവനെ കിട്ടേണ്ട അങ്ങനെയാണ്. ബാക്കി ഈ വാൽക്കാരി എന്ന് പറയുന്ന നാമത്തിൽ ദേശിട്ടവൻ അവതരിപ്പിച്ച ആ ഒരു നാമം എന്ത് ഉദ്ദേശിച്ചാണ്? അതിന്റെ അർത്ഥം എന്താണ്? വാൽക്കാരി എന്ന് പറയുമ്പോൾ അവന്റെ അമ്മ പാൽക്കാരി ആയിരിക്കുമോ? അവന്റെ അമ്മ പാൽക്കാരിയാണെന്ന് തോന്നുന്നു. ലോങ് വെച്ച് കൂതി വെച്ച് ഇതൊക്കെ എന്ത് ചെയ്യും? വെളിവില്ലാത്തവൻ തന്നെ ഇല്ല. ഞാൻ ഇതിന്റെ റിപ്ലൈ ചോദിച്ച ഓരോ മെസ്സേജിനും അവൻ എങ്ങോട്ട് ചുമ്മായിട്ട് വായിട്ട് അടിക്കുകയാണ്, ഒരുമാതിരി വായാടിയെ പോലെ. ഇവനെ മുമ്പ് പല തവണയായിട്ട് ഞാൻ അടിച്ചിട്ട് ഞാൻ വെറുതെ വിട്ട കേസാ. ഇപ്പോഴും പിന്നെയും വന്ന് അടിക്കുന്നു. യവനെയൊക്കെ പോലുള്ളവന്മാർ ഈ ലോകത്തുണ്ടോ? നന്നാവൂല. ഒരു പയ്യന്മാരെ നന്നാക്കാൻ ലഹരി, സത്യം പറഞ്ഞാൽ ലഹരി മരുന്ന് നിർത്തനെക്കാട്ട് ഇതേപോലത്തെ ഉള്ളവന്മാർക്ക് പിടിച്ച് നിർത്തി നട്ടല് ഇല്ലെങ്കിൽ നല്ല ഈക്കിലുണ്ടല്ലോ, ഈക്കില് സാമാനത്തിൽ കൂടെ കയറ്റിയിട്ട് ഒട്ടങ്കല്ലി മുളക് സത്യം പറഞ്ഞ ഉരച്ചില്ലെങ്കിൽ അരച്ച് നല്ല വടി ഒന്ന് പൂശി നിർത്തണം. കൈയും കാലും കെട്ടിയിട്ട് എന്നിട്ട് മീറും പോലെ വെട്ടി അടിച്ചു കൊടുക്കണം. ഈ 4 കാലിലുള്ള പട്ടികൾക്ക് പിന്നെയും മനസ്സിലാവും. ഇത് എന്താണ് ഇവനൊക്കെ മനസ്സിലാവാത്തത്? ഇനി പട്ടിക്കും മനുഷ്യനും കൂടെ ഉണ്ടായ മിശ്രിതമായത് തന്നെ ഉണ്ടോ? എന്തൊരായാലും ശരി, ബാക്കി കൂടെ ആക്കാം. സമയമില്ല, വീഡിയോക്ക് സ്പേസും ഇല്ല. കഥ പറഞ്ഞാൽ തള്ളുകൂടി അങ്ങ് വെച്ച് തരും നിന്റെ ഉമ്മാണ ഭദ്രങ്ങളും ഇവ ഉമ്മ എന്ന് പറയുന്നു. എന്തിനൊക്കെ പറയണം? അമ്മ എന്ന് ഒരിക്കൽ പറയും, തള്ള എന്ന് പറയും, ഉമ്മ എന്ന് പറയും. ഇവ എത്ര നാമത്തിലാണ് ഇവന്റെ അമ്മയെ ഉദ്ദേശിക്കുന്നത്? എന്തോ എല്ലാം ഇവൻ പറയുന്ന ഓരോരുത്തരും ഇവന്റെ വീട്ടുകാരെ തന്നെയാണ് പറയുന്നത്. കറക്റ്റ് അങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റും. 2 മണിക്കൂർ 4 മണിക്കൂർ ജോലി കഴിഞ്ഞ് പറയുമ്പോ തള്ളകൂടി നിന്റെ അമ്മയുടെ ഇതെന്തൊരു സിനിമ? 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ
എന്തിന് ചെറുക്കന്മാരുണ്ട് ഇപ്പോഴും കണ്ണാപ്പിത്തനം മാറിയിട്ടില്ല. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടിച്ച് വാഴ്ത്തുള്ളൂ. പിന്നെ കിടന്ന് കലാവുന്ന സംഭവം ഇവ അടിച്ച് വായി തരുമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വച്ച് ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചോ. ഇതിന്റെ ബാക്കി പൂർത്തീകരിക്കാനുള്ള ഒരു സംഭവമാണ്. പൂർണ്ണം പറഞ്ഞ എന്റെ അടുത്ത് ഉണ്ടാക്കിയിട്ട് തല്ല പോലെ നിന്റെ ഉമ്മാട പൂടച്ചക്ക ഞാനിട്ട് വാട്ടിയില്ലെങ്കിൽ പൂടച്ചക്ക അത് ആരെങ്കിലും കേട്ടിട്ടുണ്ട്? ഈ ആപ്പിച്ചക്ക, ഈ ശീമച്ചക്ക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പൂടച്ചക്ക എന്ന് പറയുന്നത് എന്തിനാണ്? പൂടയാണോ അതിനകത്തുനിന്ന് വരുന്നത്? ഇനി ഇവന് വേണ്ടി സ്വന്തമായിട്ട് ആരെങ്കിലും മാമന്മാരുണ്ടാക്കി കൊടുത്തതാണോ? ഏതെങ്കിലും ഈ ഭരണത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇവന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു മരത്തിൽ നിന്നുണ്ടാവുന്നതാണോ ഈ പൂടച്ചക്ക? എനിക്കറിയില്ല. ഞാനത് അവൻ്റെ അടുത്ത് കേട്ടപ്പോൾ അവനും അപ്പോഴും കിടന്ന് വായിട്ട് അടിക്കുന്നതല്ലാതെ അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞു തരുന്നില്ല. നിന്റെ അമ്മയുടെ ആഴം നോക്കി അണ്ടം കയറി നിന്റെ ഉമ്മാണ് ആഴം നോക്കി. ഈ ആഴം നോക്കാനായിട്ട് ഇതൊരു കുളമോ കിണറാ ഇവൻ്റെ അമ്മയുടേത്? എനിക്കറിഞ്ഞൂടെ ദേവി. എടാ വല്ല ആഴം നോക്കാൻ മറ്റേ എന്ത് ഇതറാ? ഇനിയിപ്പം ഒരു ക്യാമറ കടത്തി വിടറാ നിന്റെ അമ്മേരെ അങ്ങോട്ടുമല്ലോ. ആഴം നോക്കണ്ട നിനക്ക് അങ്ങോട്ട്. അത് ക്യാമറ തന്നെ കടത്തി വിടണം. ക്യാമറ നല്ല നല്ല സൂമിങ്, നല്ല HD ക്ലാരിറ്റി ഉള്ള ക്യാമറ ഉണ്ടെങ്കിൽ കയറ്റി വിടുക. അതാകുമ്പോഴത്തേക്ക് നിനക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റും. നീ അളവ് നോക്കാൻ നടക്കണമെന്നില്ല. എടാ എനിക്ക് ഒന്ന് നീളമുള്ള ഒരു ഫ്രണ്ടിലൊരു സാധനം ഉണ്ട്. അതിൻ്റെ അളവ് നിനക്ക് കറക്റ്റ് വാ കൊണ്ട് എടുത്ത് തരാൻ പറ്റൂടാ. എന്നാൽ നീ ഇങ്ങോട്ട് പറഞ്ഞേ. വാ കൊണ്ട് എടുക്കാൻ മാത്രമാണെങ്കിൽ, അല്ലാതെ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാനങ്ങനെ കുണ്ടന്മാർക്ക് കൈ തൊടാൻ കൊടുക്കില്ല. പിന്നെ വായിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ചിരിക്കാറ്. നീ അപ്പം വന്ന് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വായിട്ട് അളവെടുത്തിട്ട് പോയാൽ ചൂളം പറ്റി നിന്റെ അമ്മയുടെ വീട്ടിലടിച്ചു വരും. ചൂളം പറ്റി ഇതെന്തിനാണ്? ചൂളം പറ്റി ചോളം എന്ന് പറയുന്ന സാധനം കഴിഞ്ഞിട്ടുണ്ട്. ചൂളം എന്തിനാണ്? ചൂളത്തിന്റെ അർത്ഥം നീ കൊച്ചു കണ്ണാപ്പി തള്ളവൂളി ഇടാൻ മുറിയും വരടാ തള്ളവൂളി. ഈ കൊച്ചു കണ്ണാപ്പിയും പൂറിമോനും തള്ളയോളി എന്ന് പറയുന്ന വാക്കുകൾ മാത്രമേ എന്റെ നാവിൽ വരുന്നുള്ളൂ. എന്തരം ജാതി തലവന്നിച്ചത് തള്ളവൂളി നിന്റെ ഉമ്മാണ ഇവന്റെ അമ്മ തലവല്ലി ചത്തായിരുന്നു. ആരെങ്കിലും അറിഞ്ഞ മാപ്പിന്റെ അമ്മ തലവല്ലി ചത്തുന്നു? എന്താണ് റീസൺ? എന്തിനാണ്? ആരെങ്കിലും കൊടുക്കാത്തതുകൊണ്ടാണോ? അതോ കൊടുത്തത് കൂടിപ്പോയത് കൊണ്ടാണ്? എന്തിനാണ് സംഭവം ഈ മാസ്കിന്റെ അമ്മ തലവല്ലി ചത്തതിന്റെ റീസൺ? ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, ഈ വീഡിയോയിൽ കൂടെയെങ്കിലും. ഇതാര് കാപറക്കിയ? നീ പറക്കിയ നിന്റെ അമ്മ പറക്കിയ? ആര് പറക്കിയാലും കൊള്ളാം. എന്തായാലും വീഡിയോ പെട്ടെന്ന് നിർത്തുന്നു. വേറെ ഇനി ഇപ്പൊ അവന്റെ എല്ലാ ഈ സാരാംശത്തിന്റെ അർത്ഥം എന്താണ്? ഈ സാരാംശത്തിന്റെ അർത്ഥം എന്താണ്? നീ വിളിച്ച തെറിയാണ് സാരാംശം. ഞാൻ തെറിയായിട്ട് മാസ്കിനെ വിളിച്ചിട്ടേയില്ല. കാരണം അവരുടെ അർത്ഥം കേട്ടോ. അവൻ വിളിക്കുന്ന ഓരോ തെറിയെന്ന് പറഞ്ഞ് വിളിക്കുന്ന കാര്യത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിളിക്കുന്ന തെറിയാണോ കഥയാണോ ഇനി വേറെ വല്ലതാണോ? ഈ സമയമില്ലാതെ ഇതല്ലാതെ ഭദ്രകാളിപ്പൂർ നിനക്ക് ഇങ്ങനെ നിന്റെ അമ്മക്ക് ഇത്രയും നല്ല ജീവിതമായ പേരുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നീ അതിനെ ഭദ്രകാളിപ്പൂർ വിളിക്കാം. നീ അതുവഴി വന്നതല്ലേ? ഇത്തിരി മാതാത്മെങ്കിലും പറഞ്ഞേ. അത് ശരിയാണ്, വന്നതേ കൂട്ടിപ്പട്ടി. പറഞ്ഞിട്ട് കാര്യമില്ല, ഓട്ടനും കൂട്ടിപ്പട്ടി. പറഞ്ഞതിന് വേറെ നോക്കി നീ ഇങ്ങനെ കിടന്ന് കുറച്ചിട്ടൊന്നും കാര്യമില്ല. നിന്റെ മെസ്സേജുകൾക്കൊന്നും നീ ചെറിയ ചെയ്താൽ തിരിച്ച് തെറിക്കുമെന്നുള്ള കാര്യത്തിൽ പാടാം. കാരണം എനിക്ക് ചെറിയ പറഞ്ഞത് നിങ്ങളൊക്കെ വലിയ വോയിസ് ഫൈറ്റേഴ്സ്, ചീന്തം പൊരാറ്റ് കാറ്റിന്റെ ചക്രവർത്തിമാർ, ഭരിക്കുന്ന ലോക വീരന്മാർ, അവരെങ്കിലും എനിക്ക് പറയാൻ പറ്റും. നിന്നിങ്ങനെ പോരാൻ പറ്റുള്ള ഞാൻ ചെറിയൊന്നും കേൾക്കാൻ സമയമില്ല. ഇനി അടുത്ത് ഈ ഇടയിൽ കൂടെ ഒരു കാര്യം പറയാനുള്ള ഒന്ന് വേക്കപ്പാട്ടി സ്പീഡാക്കി പോവുകയാണ്. അതിൻ്റെ ഒരു സ്പേസ് ഇല്ല, ഞാൻ കൂടുതലേരം പറയുന്നില്ല. മാസ്കിന് വേണ്ടി വന്ന ഒരുത്തനാണ് ഇത് നോക്കുന്നത്. മാസ്കിന് വേണ്ടി വന്നതെന്ന് കറക്റ്റ് എല്ലാവർക്കും പൂർണ്ണമായല്ലോ. കാരണം അണ്ടിക്ക് ഉറപ്പില്ല. 2 പേരുടെ 4 പേരുടെ ഉന്നതത്തിൽ കളിക്കുന്നവന്മാർക്ക് എന്തുകൊണ്ട് വീണ്ടുമാവാം. ഒന്നേ ഒരു കണക്ക് നോക്കി എൻ്റെ കൂടെ സൈന്യമാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു 2 പേര് നിന്ന് അങ്ങോട്ട് ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്കില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവൻ ഒരാളെ അങ്ങോട്ട് കയറിക്കാം, അത് കുഴപ്പമില്ല. എൻ്റെ ഒരു 2 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് 2 പേരെ ഇറക്കി കയറിക്കാം. ഇതൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ഞാൻ ചെറിയെല്ലാം കളഞ്ഞ് ഇപ്പം മനുഷ്യനായി, ആത്മാർത്ഥമായി, നന്ദിയുള്ളവനായി ഇങ്ങോട്ട് ചെയ്യുന്ന ഓരോ കർമ്മത്തിനും തിരികെ കർമ്മഫലം ലഭ്യമാകുമെന്ന് കരുതി തന്നെയാണ് ഇപ്പം ജീവിതം. അന്നന്ന് ജോലിക്ക് പോയി അന്നന്ന് വയറ് സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളെപ്പോലുള്ള ഈ കുറേ പേര്. ഇവരെ പോലുള്ള കുറേ പേരുണ്ട്. വെറുതെ വീട്ടിൽ ഇരുന്ന് തള്ളാക്കി വിളിച്ച് ആരാൻ്റെ ഇല്ലെങ്കിൽ ചുമ്മാ ചീത്ത വിളിച്ച് തെറി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഇവരുടെ ചരിത്രം. ഇന്നേ വരെയും ഇങ്ങനെ കിടന്ന് വായിട്ടടിക്കുന്നതല്ലാതെ ഞാൻ
ഓരോ എതിരാളികളെടുത്തും ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വിളിക്കുന്ന തെറി അതിൻ്റെ കറക്റ്റ് സാരാംശ അർത്ഥം എനിക്കൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റൂ എന്ന് കേട്ടിട്ടുണ്ട്. മിക്ക ഫൈറ്റ് ഞാൻ ഫൈറ്റിന് മുമ്പ് ഞാൻ ചെയ്തിട്ടും ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ഞാൻ തെറി വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെറി വിളിക്കുന്ന ആ സമയങ്ങളിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു റീസൺ. നിങ്ങൾ വിളിക്കുന്ന തെറി നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടാണ്. അപ്പോഴെല്ലാം നമുക്ക് തിരികെ തെറിക്കാനുള്ള ഒരു ഇത് വരുള്ളൂ. എനിക്ക് ചീത്ത വിളിക്കാനുള്ള ഇതില്ല, അത് ചോദിച്ചിട്ടുണ്ട്. അതിനില്ല മറുപടി. എന്തായാലും ശരിയല്ല, ഈ രണ്ടുപേരിൽ വെച്ചിട്ടുള്ള ഈ കളിക്ക് എന്തായാലും ആണുങ്ങളാക്കി എനിക്കൊട്ട് താല്പര്യം. ഓക്കെ, നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഞാൻ മെൻഷൻ ഇട്ട് വച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ മാസ്ക് എന്ന് പറയുന്ന ആ ഒരു എന്തൊരു സഹോദരൻ എന്ന് പറയാൻ പറ്റൂല, ശത്രു എന്നും പറയാൻ പറ്റൂല. ഞാൻ ഇന്നേ വരെ ശത്രുത പറ്റി പുലർത്തിയിട്ടുള്ള ആളുമല്ല. തള്ളപ്പൊന്നും തള്ളു കഥ പറയാടാ ഊക്കുകള് അമ്മയോള് പോവാ. ഞാനും നോട്ടിട്ട് ഗ്രൂപ്പിൽ നിന്നൊക്കെ അടിച്ചു പോകണം. നിന്റെ അമ്മച്ചി ഇപ്പൊ വന്ന് കഥ പറഞ്ഞാൽ തള്ളു തെണ്ടിത്തിരി തർപ്പണമായ നിന്റെ അമ്മയുടെ പുതിയ സാരാംശമായ നൂല് കിട്ടി. ഈ സാരാംശത്തിന്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് സാരാംശം ഈ അർത്ഥങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ മാസ്കിന് അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ച് ഇവൻ തെറിക്കുന്ന ഓരോ തെറിക്ക് അർത്ഥങ്ങൾ എന്താണെന്ന് ഇവൻ്റെ അടുത്ത് തന്നെ കേള്. എന്നിട്ട് ആ അർത്ഥങ്ങളെല്ലാം ഇവൻ പറയുന്നുണ്ടെങ്കിൽ ഇവൻ നല്ല ആണ്. പക്ഷേ ആണെന്ന് പറയാൻ പറ്റൂല, പെണ്ണാണ്. രണ്ടുപേരെയൊക്കെ വെച്ചിട്ടുള്ള ഈ രണ്ടര കളി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നത് പെണ്ണത്താണ്. അത് നമ്മളെ എൻ്റെ ഗണത്തിൽ ഒട്ടും ഞാൻ കൂട്ടില്ല. ആണല്ല, രണ്ടും ആണല്ല. ഇപ്പോൾ വന്നവനും നിന്നവനും പോയവനും എല്ലാവർക്കും ഇരിക്കട്ടെ. ടാറ്റ ബൈ ബൈ. അടുത്ത സന്ധിക്കുമ്പോൾ ചെറിയ ഷോർട്ട് ബ്രേക്ക്, സ്പേസ് കുറവാണ് കാര്യം. അപ്പോൾ ഈ വീഡിയോ എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് അത് എന്തായാലും അനാവശ്യം. ഞാനാണ് തെറ്റുകാരനാണെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റുകാരനായിട്ട് കാണുക, അവരാണ് തെറ്റുകാരെങ്കിൽ അവരെ തെറ്റുകാരായിട്ട് തന്നെ കാണുക. തെറ്റെന്ന് പറയുക, ശരിയെന്ന് പറയുക, സത്യം പോലെ പറയുക. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗൈസ്. ഇനി അടുത്ത് കണ്ണുമ്പറ ഒരു ഷോർട്ട് ബ്രേക്ക്. ടാറ്റ ബൈ ബൈ. சில சில்லறைகள் இப்போ கொஞ்ச நாள என்ன கலாய்க்கிறானுங்க, அவங்களுக்கு இதை சொல்லிக்கிறேன். நல்லா கேட்டுக்கோ. இப்போ என் நேரம் சரியில்லை, அதனால் நான் அமைதியாக இருக்கிறேன். நேரம் வரும்போது நான் யார் என்று தெரியும். அப்போ நீ அமைதியா வேடிக்கை பார்ப்ப.